ഡോണാണ്. ഹലോ, എൻ്റെ പേര് മാത്യു മംഗലശ്ശേരി തോമസ്. 1980 അമേരിക്കയിൽ വരുന്നത്. അതിനു മുൻപ് 15 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയായിരുന്നു. അതിന് ശേഷം റിട്ടയർമെൻ്റ് എടുത്ത് 80 അമേരിക്കയിൽ വന്ന് ലാൻഡ് ചെയ്ത് ഹൂസ്റ്റണിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഹൂസ്റ്റണിൽ തന്നെ. ഭാര്യ സൂസൻ തോമസ്, മക്കൾ 3 പേര്, ബെസി, ജെഫ്, ഹെബി, 8 കൊച്ചുമക്കൾ. അങ്ങനെ കുടുംബമായ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു. നാട്ടിൽ പുല്ലാട്. പഠിച്ചത് പുല്ലാട് ഹൈസ്കൂളിൽ, പിന്നെ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയില് കോളേജിൽ. എത്ര വർഷം കോളേജിൽ? 3 വർഷം. ഡിഗ്രി കംപ്ലീറ്റ് ആക്കി? അല്ല, അതിന് മുമ്പ് എയർഫോഴ്സ് ചേർന്നു. ഏത് വിങ്ങിലായിരുന്നു? എയർഫോഴ്സിൽ എവിടെയായിരുന്നു? എയർഫോഴ്സിൽ ഞാൻ ഓൾ ഓവർ ഉണ്ടായിരുന്നു. ട്രെയിനിങ് താമ്പരം, മദ്രാസ്, ചെന്നൈ. അവിടുന്ന് പിന്നെ ഇന്ത്യ മുഴുവൻ പോയി എല്ലാം. 15 വർഷം. ആദ്യമേ ആദംപൂർ പഞ്ചാബില്, പിന്നെ പൂന, പിന്നെ ആഗ്ര, പിന്നെ കലൈക്കൊണ്ട, ഡൽഹി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. അവസാനം പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ പോയി. എയർമെന്നായിട്ടാണോ കയറിയത്? അതെ, കയറി. ആക്ടിങ് സർജന്റായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോൾ അത് റിട്ടേൺ എടുത്തത്. അപ്പോൾ അങ്ങനെ പോരുമായിരുന്നു. ഏതെങ്കിലും വാറോ എന്തെങ്കിലും? രണ്ട് മൂന്ന് 65 പാകിസ്ഥാൻ വാർ, 71 വാർ, ഇതൊക്കെ അതിനിടയ്ക്കുള്ള ഇന്ത്യ പാകിസ്ഥാൻ. നല്ലപോലെ ബോർഡറിലൊക്കെ. അവിടെ ബോർഡർ ആദംപൂർ തന്നെ ബോർഡറാണ്. അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റ് മുമ്പേ ഇവിടെ വന്ന് ഞങ്ങളുടെ എയർപോർട്ടിൽ വരും. അപ്പോൾ അതിന് ബോർഡറാണ്. ഒത്തിരി സോൾജേഴ്സിനൊക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ളവരെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കമ്മ്യൂണിക്കേഷനിലായിരുന്നു? അല്ലല്ല, ഞാൻ ആക്ച്വലി ഫോട്ടോ മെക്കാനിക്കായിരുന്നു. അത് കഴിഞ്ഞ് ലേറ്റ്ലി ഞങ്ങൾ ഇൻസ്ട്രുമെന്റ് ഫിറ്ററായിട്ട് കൺവേർട്ട് ചെയ്തു. അതെന്താണ് ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർഫോഴ്സിലെ കാര്യങ്ങൾ, മറ്റ് സ്പൈയുടെ കാര്യങ്ങൾ, ഏരിയൽ സർവേ ഒക്കെ നടത്തി അതിൻ്റെതായ ഡീറ്റെയിൽസ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. ഇപ്പം പുല്ലാട് ആരുമില്ല. എല്ലാ സഹോദരങ്ങളും ഇവിടെയാണ്. എൻ്റെ ബ്രദർ ഇവിടെ ഫിലഡൽഫിയയിലുണ്ട്. 2 സിസ്റ്റേഴ്സ്. ഒരാൾ കോയിപ്പുറത്ത്, ഒരാൾ കൊട്ടാരക്കരി. അവരെല്ലാം ബ്രദറിന്റെ സഭയിൽ തന്നെയാണോ? അതെ, എല്ലാവരും. നിങ്ങള് പേരൻസ് ബ്രദറിലായതാണോ? അല്ല, പേരൻസും ബ്രദറിലായിരുന്നു. ഗ്രാൻഡ് പേരൻസും ബ്രദറിലായിരുന്നു. പരിചയമുള്ള നാട്ടിലെ ഏത് സഭയിലാ പോയിക്കൊണ്ടിരുന്നത്? പുല്ലാട് ബ്രദറിന്റെ സഭ. അതിന്റെ ഹെഡ് ക്വാർട്ടർ ഒക്കെ തിരുവല്ലയാണ്? അല്ല, അങ്ങനെ മെയിൻ ഹെഡ് ക്വാർട്ടർ ഇൻഡിപെൻഡന്റ് ചർച്ചാണല്ലോ. ബ്രദറിന് എപ്പോഴും ഇൻഡിപെൻഡന്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെയല്ല. സലൻ സഭ അത് സ്വതന്ത്രം. പക്ഷെ നമ്മുടെ ആ തിരുവല്ലയിൽ ആ എലൈറ്റിന്റെ മുമ്പിൽ ഒരു ഉണ്ട്. അതെല്ലാം അന്നേ ഉള്ളൂ. അവർ തമ്മിൽ മേൽക്കോയ്മ അങ്ങനെ ഒന്നും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.